പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നാരായണൻ VK. കവികൾ കൃതികൾ എന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് മഹാകവി ജി ശങ്കരക്കുറുപ്പിനെ പരിചയപ്പെടാം. ആധുനിക മലയാള കവിതയിലെ പ്രശസ്ത കവിയും ജ്ഞാനപീഠ പുരസ്കാരം നേടിയ പ്രഥമ വ്യക്തിയുമായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിനാണ് 1965 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. പ്രകൃതി സൗന്ദര്യം, ആത്മീയത, സ്വാതന്ത്ര്യദാഹം എന്നിവ നിറഞ്ഞ ഭാവഗീതങ്ങളിലൂടെ ആധുനിക മലയാള കവിതയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ കവിയായിരുന്നു അദ്ദേഹം. ഭാവഗീതങ്ങൾക്ക് പുറമെ ആഖ്യാന കവിതകൾ, വിവർത്തനങ്ങൾ, ഉപന്യാസ സമാഹാരങ്ങൾ, ജീവചരിത്രം തുടങ്ങി വിവിധ മേഖലകളിലും അദ്ദേഹം തൻ്റെ പ്രാവീണ്യം തെളിയിച്ചു. പ്രകൃതി സൗന്ദര്യത്തെയും ഭാവനാസമ്പന്നമായ പ്രണയസങ്കല്പങ്ങളെയും ആത്മീയതയുമായി സമന്വയിപ്പിച്ച് അദ്ദേഹം രചിച്ച കൃതികൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി. 1901 ജൂൺ 3 എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട്ടിൽ ശങ്കരവാര്യരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പഠനകാലം വിവിധ വിദ്യാലയങ്ങളിൽ നടന്നതിന് ശേഷം അദ്ദേഹം പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി, ഹൈസ്കൂളിൽ അധ്യാപകനായി, ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായി, അവസാനം എറണാകുളം മഹാരാജാസ് കോളേജിൽ 19 വർഷക്കാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 1965 അദ്ദേഹത്തിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചു. 1967 അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു. 1968 അദ്ദേഹത്തെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. 1978 ഫെബ്രുവരി 2 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രധാന കൃതികൾ: ഓടക്കുഴൽ, സൂര്യകാന്തി, വിശ്വദർശനം, പെരുന്തച്ഛൻ, അധികൻ്റെ പാട്ട്, നിമിഷം, മൂന്നരുവിയും ഒരു പുഴയും, സാഹിത്യകൗതുകം, ജീവനസംഗീതം, പൂജാപുഷ്പം, പാഥേയം, ചന്ദനക്കട്ടിൽ, കാറ്റേവ കടലേവ, ഇളംചുണ്ടുകൾ, ഓലപ്പീപ്പി, ബാലകവിതകൾ. ഓർമ്മയുടെ ഓളങ്ങൾ, ആത്മകഥ, വിവർത്തനം, കാളിദാസൻ്റെ മേഘസന്ദേശവും ടാഗോറിൻ്റെ ഗീതാഞ്ജലിയും അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഉപന്യാസ സമാഹാരങ്ങൾ: ഗദ്യോപഹാരം, മുത്തും ചിപ്പിയും. പ്രകൃതിയോട് അഭിരമിക്കുന്ന ഒരു കവിഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ജി. അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളിലും പ്രകൃതിയോടുള്ള ഈ മമത തുടിച്ചു നിൽക്കുന്നത് കാണാം. 17-ാം വയസ്സിൽ അദ്ദേഹം എഴുതിയ കവിതകൾ വളരെ പ്രസിദ്ധമായിരുന്നു. നീരന്ധ്ര നീല ജലത പലകപ്പുറത്ത് വാരഞ്ചിടുന്ന വളർവില്ല് വരച്ചു മാച്ചും, നേരറ്റ കൈകളാൽ ചില മിന്നൽ ചേർത്തും പാരം രസിക്കും അമല പ്രകൃതിക്കു കൂപ്പാം എന്ന കവിത വളരെ പ്രസിദ്ധമാണ്. കാലാകാലങ്ങളിൽ കവിതകളിൽ വന്നുചേരുന്ന നവങ്ങളായ പ്രവണതകൾക്കു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ശീലം ജിക്കുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാവഗീതങ്ങളും പ്രകൃതി സൗന്ദര്യം, ആത്മീയത, കാൽപ്പനികത, യോഗാത്മകത, സിംബലിസം, വിപ്ലവാഭിമുഖ്യം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളെ മനോഹരങ്ങളാക്കി. ശാസ്ത്രബോധത്തിൻ്റെ അടങ്ങാത്ത പ്രതിബദ്ധതയും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ തെളിഞ്ഞു നിന്നിരുന്നു. ശാസ്ത്രത്തിൻ്റെ അനുക്രമമായ വളർച്ചയിൽ അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു എന്നതാണ് താഴെ കാണിക്കുന്ന വരികൾ നമ്മെ പഠിപ്പിക്കുന്നത്. അമ്പരമധ്യം തിളയ്ക്കുമോരാദിത്യ
ബിംബവും കെട്ടുപോം എങ്കിലാട്ടെ അക്കരിയൂതിപ്പിടിപ്പിച്ച് മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ജിയുടെ ഭാവഗീതങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നവ എന്ന് പറയുന്നത് 3 കവിതകളാണ്. ഒന്ന് ഇന്നു ഞാൻ നാളെ നീ, സൂര്യകാന്തി, എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടത്. ഇന്നു ഞാൻ നാളെ നീയിലും സൂര്യകാന്തിയിലും ഒക്കെ ഭാവഗീതത്തിൻ്റെ ഒരു പ്രകാശപൂരിതമായ സുഗന്ധപൂരിതമായ പ്രസരണങ്ങൾ തെളിഞ്ഞു കാണാം. ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത മൃത്യുബോധത്തിൻ്റെ അടയാളങ്ങൾ അന്തർലീനമാണ് എന്ന് പല കവികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യകാന്തിയിലെ പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആഘാതമായ പ്രേമം സൂചിപ്പിക്കുന്ന വരികൾ താഴെ ഈ വരികളിലൂടെ നമുക്ക് ബോധ്യമാകും. മന്ദമന്ദമൻ താഴും മുഗ്ധമാം മുഖം പൊക്കി സുന്ദര ദിവാകരൻ ചോദിച്ചു മധുരമായി, ആരു നീ അനുജത്തി നിർനിമേഷമായന്തൻ തേരുപോകവേ നോക്കി നിൽക്കുന്നു ദൂരെ. പ്രകൃതിയോടുള്ള ഈ സ്നേഹം അദ്ദേഹത്തിൻ്റെ മിക്ക കവികളിലും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൂര്യകാന്തിയിലെ ചില വരികളും ഇത്തരുണത്തിൽ നാം ഇവിടെ ഓർത്തു പോവുകയാണ്. അതുപോലെ ഈ മഹാകവിയുടെ ഏറ്റവും പ്രസിദ്ധമായ മറ്റൊരു കൃതിയാണ് ചന്ദനക്കട്ടിൽ. ഈ ചന്ദനക്കട്ടിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ കഥാപ്രസംഗ വേദികളിൽ നിറഞ്ഞു നിന്ന ഒരു സംഗീത ശില്പമായിരുന്നു. വെമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാനക്കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം, ആനക്കൊമ്പാകണം മേല പിന്നെ ആനമുഖം വേണം കാലുകളിൽ. കേരളത്തിലെ ജനഹൃദയങ്ങൾ ഒരുപാട് ആസ്വദിച്ച ഒരു കഥാപ്രസംഗമായിരുന്നു ഇത്. അതുപോലെ തന്നെ ജിയുടെ മറ്റൊരു പെരുന്തച്ചനിലെ മറ്റൊരു കവിത, പെരുന്തച്ചനിലെ വരികളും ഈ സമയത്ത് നമുക്ക് പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. പെരുന്തച്ചൻ നേരിടുന്ന അപവാദങ്ങൾക്കെതിരെ കവി ഇവിടെ തുറന്നടിക്കുന്ന വരികൾ ഇതാണ്. 1000 മണിയുടെ നാവ് കൊത്തിടാമൊറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ. പെരുന്തച്ചനെ കുറിച്ച് നാട്ടിൽ പിറന്ന അപവാദങ്ങൾക്ക് 1000 മണിയുടെ നാവ് കൊത്താൻ ആകുമെങ്കിലും ഒരൊറ്റ വായിലെ നാവ് ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റില്ലെന്ന് കവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഈ തത്വം നമുക്ക് ലോകതത്വമായി തന്നെ ഇന്നും നിലകൊള്ളുന്നു. അതുപോലെ ജി എഴുതിയ ബാലകവിതകൾ അവയും വളരെ പ്രസിദ്ധങ്ങളാണ്. ഓലപ്പീപ്പി, ഇളം ചുണ്ടുകൾ, കാറ്റേവ കടലേവ എന്നിവ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പ്രസിദ്ധമായ ബാലകവിതകളാണ്. ഈ ബാലകവിതകളിൽ ഇത്തിരിപ്പൂവ് എന്ന കവിതയിലെ ചില വരികൾ നമുക്ക് നോക്കാം. ഇത്തിരിപ്പൂവേ ചുകന്ന പൂവേ, ഇത്ര നാളെങ്ങൂ നീ പോയി പൂവേ, മണ്ണിനടിയിലൊളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു. ജിക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിനിടയിൽ ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സോവിയറ്റ് ലാൻഡ് അവാർഡ്, ജ്ഞാനപീഠം അവാർഡ് തുടങ്ങിയ കൂട്ടത്തിൽ പ്രത്യേകം സ്മരണീയമാണ്. ഒരു സ്നേഹഗായകനായി, ഒരു പ്രകൃതി ഗായകനായി കാവ്യ രംഗത്തേക്ക് കടന്നു വന്ന ജി തൻ്റെ സാഹിത്യ ജീവിതത്തിൽ പ്രപഞ്ച സത്യങ്ങളുടെ പൊരുൾ തേടി അലഞ്ഞ് ഈ ജീവിതത്തിലെ ഈ പ്രകൃതിയോടുള്ള അഗാധമായ തൻ്റെ സ്നേഹം തൻ്റെ കൃതികളിലൂടെ തുറന്നു പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ച ഒരു സ്നേഹഗായകൻ കൂടിയായിരുന്നു. കേരളവും
മലയാളവും മലയാള ഭാഷയുമുള്ള കാലത്തോളം അദ്ദേഹത്തിൻ്റെ സ്മരണകളും അദ്ദേഹത്തിൻ്റെ കൃതികളും ഇവിടെ അലയടിക്കും എന്ന കാര്യം വളരെ സുനിശ്ചിതമാണ്. പ്രിയപ്പെട്ടവരെ, നന്ദി, നമസ്കാരം. പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളോട് സഹകരിക്കുമല്ലോ.